അപ്പോൾ നമുക്ക് ഈ ബോ ഒന്ന് തയ്ച്ച് നോക്കിയാലോ. ഇതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന 2 ടൈപ്പ് ക്ലോത്താണ്. ഇത് നമ്മുടെ ഷർട്ട് പീസാണ്. കുറച്ച് റഫായിട്ടുള്ള മെറ്റീരിയലാണ്, കോട്ടൺ ആണ്. പിന്നെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ സാറ്റിൻ ക്ലോത്താണ്. അത് ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് വെട്ടാനും തയ്ക്കാനും കുറച്ച് പാടായിരുന്നു. ഇതാണ് ഞാൻ യൂസ് ചെയ്ത സാറ്റിൻ മെറ്റീരിയൽ. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണിത്. പിന്നെ ഇതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന എലാസ്റ്റിക് വന്നിട്ട് 1/4 ഇഞ്ച് മാത്രമേ ഉള്ളൂ വിഡ്ത്ത്. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 1 ഇഞ്ചെങ്കിലും വിഡ്ത്തുള്ളതാണെങ്കിൽ ഇച്ചിരി കൂടെ നന്നായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. ഇത് 1/2 ഇഞ്ച് ആയതുകൊണ്ട് എനിക്ക് 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നെ ഞാൻ യൂസ് ചെയ്ത സ്കെയിലാണ്. പിന്നെ സിസർ തുണി കട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇതാണ് നമ്മുടെ ബീഡ്സ് പഞ്ച് ചെയ്യുന്ന മെഷീനാണ്. പേൾ ബീഡ്സ് പഞ്ച് ചെയ്യുന്ന മെഷീൻ. ഈ ഗമ്മാണ് ഞാൻ യൂസ് ചെയ്തത് B7000. ഇത് കൂടാതെ ഞാൻ ഫാബ്രിക്കിൽ നമ്മുടെ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബോ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി. ഇതാണ് നമ്മുടെ പഞ്ചിങ് മെഷീൻ്റെ ബീഡ്സ്. ഈ ബീഡ്സിൻ്റെ കൂടെ ഒരു ലോക്കും വരും. ഇത് ഹോളില്ലാത്ത ബീഡ്സാണ്. ഇത് നമുക്ക് ഡയറക്റ്റ്ലി വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്യാം. പക്ഷേ ഡയറക്റ്റ്ലി സ്റ്റിക്ക് ചെയ്യുമ്പം അത് ഒട്ടാൻ കുറച്ച് താമസമുണ്ടല്ലോ. ഇതാകുമ്പം ലോക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് അന്നേരം തന്നെ പണിയങ്ങ് തീരും. ഇതാണ് അതിൻ്റെ ലോക്ക്. ഇങ്ങനെയാണ് അതിരിക്കുന്നത്. ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആ ബോയിൽ പിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു ഈ ലോക്ക് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സാറ്റിൻ ക്ലോത്തില്ലേ, അത് ലെങ്ത്ത് വൈസ് 40 സെൻറ്റിമീറ്റർ അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ വിഡ്ത്ത് വൈസ് 20 ആണ് എടുത്തേക്കുന്നത്. 20 അല്ലെങ്കിൽ 17 എടുക്കാം. ഇത് അതിൻ്റെ കൂടെ താഴെ ആ എലാസ്റ്റിക് അറ്റാച്ച് ചെയ്യാനുള്ള പീസാണ്. ലെങ്ത്ത് വൈസ് ഒരു 22 ആണ്. വിഡ്ത്ത് വൈസ് ഒരു 7 സെൻറ്റിമീറ്ററാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെയുള്ള മറ്റേ ബോന് കെട്ടാൻ വേണ്ടിയുള്ള ക്ലോത്താണ്. അത് വന്നിട്ട് ഞാൻ എടുത്തേക്കുന്നത് 7 സെൻറ്റിമീറ്ററും പിന്നെ വിഡ്ത്ത് വന്നിട്ടൊരു 4 സെൻറ്റിമീറ്ററും. എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 14 സെൻറ്റിമീറ്ററാണ്. ബോ പിന്നെ നേരത്തെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ്. അപ്പം ഈ കട്ട് ചെയ്ത പീസ് നമ്മൾ മടക്കിയിട്ട് അതായത് നല്ല ഭാഗം അകത്ത് വെച്ച് സൈഡിൽ അതിൻ്റെ എഡ്ജിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ഇടുമ്പോൾ ഇച്ചിരി കൂടെ നന്നായിട്ട് ക്ലോത്ത് നിൽക്കും. പിന്നെയും ഇത് വിട്ടു പോരാനുള്ള ചാൻസ് ഉണ്ടാവില്ല. കാരണം ഇത് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് ആ സ്റ്റിച്ചിൻ്റെ ഇടയ്ക്കൊന്ന് ഈ നൂല് ഊർന്ന് വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഓവർലോക്ക് ചെയ്യാനുള്ള മെഷീൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഡബിൾ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ക്ലോത്തിലും നമ്മളിങ്ങനെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മറിച്ചിടുകയാണ്. മറിച്ചിട്ടതിന് ശേഷം നമ്മളിതൊന്ന് തേക്കാൻ നേരത്ത് വളരെ ശ്രദ്ധിക്കണം. കാരണം ഇത് സാറ്റിൻ ആയതുകൊണ്ട് ചൂട് കുറച്ച് വേണം തേക്കാൻ. തേക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അങ്ങനെ നിൽക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ കോട്ടണൊക്കെ ആണെങ്കിൽ അത്ര പ്രശ്നമില്ല, ഇച്ചിരി ചൂട് കൂട്ടി തേച്ചാൽ നന്നായിട്ട് നിൽക്കും. ഇത് സാറ്റിൻ ആയതുകൊണ്ട് എനിക്ക് തേക്കാൻ കുറച്ച് പാടായിരുന്നു. അപ്പോൾ എല്ലാ പീസും നമ്മൾ മറിച്ചിട്ട് തേച്ച് കഴിഞ്ഞ് നമ്മൾ ആ ബോവിൻ്റെ താഴെ എലാസ്റ്റിക് അറ്റാച്ച് ചെയ്യുന്നതിനകത്ത് നമ്മൾ എലാസ്റ്റിക് കയറ്റി ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുകയാണ്. ഞാൻ ഈ ചെറിയ എലാസ്റ്റിക് എടുത്തത് കൊണ്ട്, അതായത് നമ്മുടെ വീതി കുറഞ്ഞ എലാസ്റ്റിക് എടുത്തത് കൊണ്ട്, 1/4 ഇഞ്ച് വീതിയിൽ മാത്രമുള്ള എലാസ്റ്റിക് എടുത്തതുകൊണ്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വന്നു. അതായത് ആ ഫാബ്രിക് ഒന്നുകൂടെ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വന്നത്. ആ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഇത് ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. പക്ഷേ ഒന്നുകൂടെ അതിൻ്റെ നടുക്കൂടെ ഞാൻ ഒന്നുകൂടെ ആ എലാസ്റ്റിക് ചേർത്ത് സ്റ്റിച്ച് ചെയ്തപ്പോൾ അത് ശരിയായില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തു. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ആ വലിയ പീസിൻ്റെ ആ സ്റ്റിച്ച് വരുന്ന ഭാഗം കറക്റ്റ് നടുക്ക് വെച്ച് നമ്മൾ എലാസ്റ്റിക് ഏറ്റിയ പീസ് അതിൻ്റെ ബാക്ക് സൈഡിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മറിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ആ സ്റ്റിച്ച് അകത്തേക്ക് പോയിക്കോളും. അകത്തേക്ക് ഇൻ ദ സെൻസ് ആ അകത്തെ ഭാഗത്തേക്ക് പോയിക്കോളും. അങ്ങനെ 2 സൈഡിലും ഞാൻ സ്റ്റിച്ച് ചെയ്തു. ഒരു സൈഡിൽ ഞാൻ ശരിക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ വലിച്ചെടുക്കുക. അപ്പം ഏകദേശം നമ്മുടെ ഇത് ബോ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ മറ്റേ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബോ ഇനി നമ്മളിതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ നടുക്ക് വേണമെങ്കിൽ വെക്കാം. എക്സാക്ട് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അതിൽ വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഇച്ചിരി സൈഡ് നമ്മുടെ ചെവിയുടെ ഇച്ചിരി കൂടെ അടുത്തേക്ക് വരുന്ന രീതിയിലേക്കാണ് ഞാൻ വെച്ചേക്കുന്നത്. കാരണം ആ ബോ കുറച്ച് സൈസ് കൂടുതലായതുകൊണ്ട്, നമ്മൾ ഇച്ചിരി സൈസ് കുറവാണെങ്കിൽ ഇച്ചിരി കൂടെ മേളിലൊക്കെ വന്നാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ മടക്കി ഇതിലേക്ക് ഞാൻ തയ്ച്ചില്ല. ഇതിന് ഞാൻ യൂസ് ചെയ്തത് ഹോട്ട് ഗ്ലൂ ഗണ്ണാണ്. ഹോട്ട് ഗ്ലൂ കൊണ്ട് വെച്ചിട്ട് ഞാനത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ബോവിൻ്റെ ആ കെട്ട് വീണെടുത്തും പിന്നെ താഴെയും 2 സൈഡിലായിട്ടും ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്.
പിന്നെ നമ്മുടെ ഇനിയൊരു പീസില്ലേ, അത് ഇച്ചിരി നീളം കൂടുതലായിരുന്നു. ഞാനൊന്ന് കെട്ടിയിട്ടാണ് ഞാനൊന്ന് അതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇതിൻ്റെ കൂടെ ഞാനൊരു 2 ഒരു കുഞ്ഞു ബോ ക്ലിപ്പും കൂടെ പെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്കിപ്പം പിള്ളേരുടെ തുണി തയ്ച്ചതിൻ്റെ ബാലൻസ് പീസ് ടെയിലേഴ്സിൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ച് നിങ്ങൾക്ക് തന്നെ കൈകൊണ്ടും തയ്ക്കാവുന്നതാണ്. കൈത്തയ്യൽ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം, മെഷീൻ ഇല്ലാത്തവർക്ക്. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആരൻസ് നീഡ്.